ലീവ് കിട്ടിയില്ല ഇത്തവണ. ഓ അതെന്താ? ദുബായൊക്കെ ഇപ്പൊ പെട്ടെന്ന് പോയി വരാവുന്ന സ്ഥലമല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ. എന്റെ മാനസികവും ശാരീരികവുമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. ഇത് കാരണം എനിക്ക് വലിയ നിരാശയുണ്ട്. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പിന്റെ പ്രൊമോഷനാണ് ഈ കണ്ടത്. ഈ ആപ്പിന്റെ മോട്ടോ മേക്കിംഗ് ഫ്രണ്ട്സ് ഫീലിംഗ് ബെറ്റർ എന്നൊക്കെയാണ്. പക്ഷെ ഇത് അഡ്വർടൈസ് ചെയ്യുന്നത് ആണുങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. ഇതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും യൂസ് ചെയ്യപ്പെടുന്ന സ്പീഷീസ് ആണ് ആണുങ്ങൾ. ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റിയത് ഈസ് യൂസിങ് മെൻസ് ലസ്റ്റ്, ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ അത് മാത്രമല്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആണുങ്ങൾ, കല്യാണ പ്രായത്തിട്ടും പെണ്ണ് കിട്ടാത്തവര്, പിന്നെ ആണുങ്ങളുടെ നീഡ് ഫോർ ഫിസിക്കൽ ഇന്റിമസി ഒക്കെയാണ് ഇവർ മുതലെടുക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ഇമോഷണലി യൂസ് ചെയ്യപ്പെടുന്ന ഒരു വർഗ്ഗക്കാരാണ് ആണുങ്ങൾ. ഇത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല, ഷോർട്ടായിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനുഭവം പറയാം. കല്യാണപ്രായമായ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ അവന്റെ അമ്മാവൻ, അതായത് അങ്കിള്, അവനൊരു കല്യാണാലോചന കൊണ്ടുവന്നു ഒരു ബ്രോക്കർ ത്രൂ. ആ ബ്രോക്കർ ആദ്യം തന്നെ ഒരു പേപ്പറിൽ അവന് ആവശ്യമുള്ള നീഡ്സ്, അവൻ എങ്ങനത്തെ പെൺകുട്ടീനെയാണ് ആഗ്രഹിക്കുന്നത് ഒക്കെ എഴുതി വാങ്ങിച്ചു. എന്നിട്ട് ആ ബ്രോക്കറിന്റെ ഫീസ് 2 ലക്ഷം. ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുക്കാൻ വേണ്ടി 2 ലക്ഷം. ഇത്രയധികം മാട്രിമോണി സൈറ്റ്സും ഡേറ്റിംഗ് ആപ്പ് ഉള്ളപ്പോഴും ഇങ്ങനെ ഫിസിക്കലി ലോക്കൽ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ആണുങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സംഭവം തന്നെയാണ് ഡേറ്റിംഗ് ആപ്സും മാട്രിമോണി ആപ്സും ചെയ്യണത്. അതിൽ കൃത്യമായിട്ട് നോക്കിയറിയാം, മോസ്റ്റ് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻസിന്റെ ആവശ്യം ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാച്ചസ് കിട്ടും, ലൈക്സ് കിട്ടും, മെസ്സേജസ് കിട്ടും. എന്നാൽ ആണുങ്ങൾ ഇവർ മാക്സിമം പ്രീമിയം എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതാണ് ഇവരുടെ വരുമാന മാർഗം തന്നെ. പെണ്ണുങ്ങളും പ്രീമിയം എടുക്കുന്നവരുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അവർക്ക് ഓട്ടോമാറ്റിക്കലി മാച്ചസ് കിട്ടും. ഇതൊരു പ്രായം എത്തിയിട്ടും കല്യാണം ആയിട്ടില്ല, കല്യാണം കഴിക്കണം എന്ന ആങ്സൈറ്റിയോടെ നടക്കുന്ന ആണുങ്ങൾക്ക്. അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ചില ആൾക്കാർ പെണ്ണുങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ ലൈഫ് ടൈമിൽ. അങ്ങനത്തെ ആൾക്കാർ മാക്സിമം ചൂഷണം ചെയ്യലാണ് ഇവരുടെ പണി. ഇപ്പൊ നേരത്തെ കണ്ട ദോസ്ത് ആപ്പിൽ കേട്ട ഓഡിയോ അതൊന്നുമല്ല, അതുപോലെ ഇഷ്ടം പോലെ ഓഡിയോസ് ഉണ്ട്. അതിൽ പല പെണ്ണുങ്ങളുടെ ഓഡിയോ വെച്ചിട്ട്, ഞാൻ രാത്രി ഒറ്റയ്ക്കാണ് ചേട്ടാ, എനിക്കൊരു കൂട്ട് വേണം, അതൊക്കെ ഒരു AI വെച്ച് ചെയ്യണതാണ്. അവർക്കറിയാം അങ്ങനെ ബിസിനസ് ഉണ്ടാവുള്ളൂ. ഒരുപാട് പ്രൊമോഷൻ എന്റെ ഫീൽഡിൽ ഇങ്ങനെ വന്നു പോകണം ഇതേ സെയിം ആപ്പിന്റെ. എന്നാൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം പ്രീമിയം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുത്തെടുക്കാൻ പറയും. ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര ഭീകരമാണ്. ഇവര് തന്നെ ഓരോ കമന്റ് ഉണ്ടാക്കി ഇട്ടിട്ട് ഹുക്കപ്സിന് വേണ്ടിയുള്ള ആപ്പ് അല്ലേ? അല്ല, ഈ ആപ്പിൽ മൊത്തം ചീപ്പ് പെൺപിള്ളാരാണെന്ന് കേട്ടത്. അതായത് ഇതിലത്തെ പെണ്ണുങ്ങളൊക്കെ മറ്റേ പോക്ക് കേസ് പോലത്തെ ആണ് എന്ന് ഇവര് തന്നെ കമന്റ് ഇടും. എന്നിട്ട് ഇവര് തന്നെ വേറെ ഇൻഫ്ലുവൻസറിനെ വെച്ച് വീഡിയോ ചെയ്ത് പറയാണ്, അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ഒരേ ഉദ്ദേശത്തോടെയാണ് വരുന്നത്. ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുട്ടി നിൽക്കുന്ന ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഗേൾസ് ആണോ ഇതിലുള്ളത്? ഒരുമാതിരി ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേരും ഒബ്ജക്ടിഫൈ ചെയ്യുന്ന സെറ്റപ്പാണ്. ഇതുപോലെ ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി യൂസ് ചെയ്യപ്പെടുന്നത്. ഈ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, പണ്ട് നല്ല ഇപ്പോഴും നാട്ടുപുറത്തൊക്കെ അത് നടക്കുന്നുണ്ട്. അതായത് കുറച്ച് അലുമ്പ് കാണിച്ച് നടക്കുന്ന ആണുങ്ങൾ എന്തെങ്കിലും പോലീസ് കേസോ ക്രിമിനൽ കേസോ കഞ്ചാവൂടിയോ എന്തെങ്കിലുള്ള ആണുങ്ങളെ നന്നാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ചു വിടും. ആ കെട്ടുവരുന്ന പെൺകുട്ടിയായിരിക്കും അവരെ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിക്ക്. അങ്ങനെ കല്യാണം കഴിച്ച് നന്നാക്കാൻ നോക്കും, വേറൊരാളുടെ തലയിലാക്കാൻ നോക്കും. ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനാട്ടിലും കൂടുതൽ പെണ്ണുങ്ങൾ ഇമോഷണലി ആണുങ്ങളെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രോമ കഴിഞ്ഞിരിക്കുമ്പോൾ അവർ ഹീൽ ചെയ്യാൻ വേണ്ടി ഒരാൾ യൂസ് ചെയ്യും, ഒരാളെ സ്വന്തം തെറാപ്പിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്നാൽ പല ആണുങ്ങളും ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള പ്രതീക്ഷയിൽ ഇവരെല്ലാം നെഗറ്റീവ് എനർജിയും കർമ്മയൊക്കെ വലിച്ചെടുക്കാൻ നിൽക്കും. എന്നിട്ട് അവരവരെ പാട്ടിന് പോകും ഗോസ്റ്റ് ചെയ്തിട്ട്. ഒരു റിജക്ഷനും ബ്ലോക്കിങ്ങും ഉണ്ടാവില്ല. എന്നാൽ അവരൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടും ഉണ്ടാവും, അറ്റൻഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകരിച്ചാലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചോക്കുമ്പോൾ മാസീവ്ലി ഉപയോഗിക്കപ്പെടാണ് ആണുങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടും ചില പോസ്റ്റ് മാരിഡ് ലൈഫില്, ദാമ്പത്യ ജീവിതത്തിൽ ചില പെണ്ണുങ്ങൾ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി സെക്സിനെ യൂസ് ചെയ്യും, ഫിസിക്കൽ നീഡ്സിനെ യൂസ് ചെയ്യും. കാരണം ആണുങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ലൈക്ക് അവരുടെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച് ആണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അവരെ മനസ്സിലാക്കുക, അവരെ കേൾക്കുക, റീഅഷുറൻസസ്, ഇതൊക്കെയാണ് അവരുടെ ലവ് ലാംഗ്വേജ്. എങ്ങനെ ആണുങ്ങൾക്ക് ഫിസിക്കൽ ടച്ച് ഒരു മേജർ പാർട്ടാണ്. ഇതറിയുന്ന പലരും അവരെ കാര്യം സാധിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ആണുങ്ങളുടെ ഡെസ്പറേറ്റ്നെസ്. നമ്മുടെയൊക്കെ അറ്റൻഷൻ ആണ് പലരുടെയും കറൻസി. നമ്മുടെ അറ്റൻഷൻ കൊടുക്കണേ നിർത്തി കഴിഞ്ഞാണ്ടല്ലോ പലരുടെയും ബിസിനസ്സും ഗെയിംസും ഒക്കെ അവിടെ ഷാറ്റേർഡ് ആവും. സോ ആസ്ക് യുവർസെൽഫ് ദിസ് വൺ ക്വസ്റ്റ്യൻ: Do you want to be remembered as a man who lost himself for instant pleasure, or someone who wants to build something greater than himself? ഇമോഷൻസ് കൺട്രോൾ ചെയ്തില്ലേ അതെന്നും ബാക്കിയുള്ളവർക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരവും.